സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിനവും 6000 കടന്ന് കോവിഡ് കണക്കുകൾ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 6477 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചവരിൽ 80 ആരോഗ്യ പ്രവർത്തകർ. ഇന്ന് സ്ഥിരീകരിച്ചത് 22 മരണം. ഔദ്യോഗിക മരണസംഖ്യ 635. ഇതിഹാസ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് അന്ത്യാഞ്ജലി. അന്ത്യം 1 മണിയോടെ ചെന്നൈ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ. കടന്നുപോയത് 5 പതിറ്റാണ്ടിലധികം ആരാധകരെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭ. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ SPB പാടിത്തീർത്തത് 40,000-ലധികം ഗാനങ്ങൾ. മാർബോട് കണ്ണുകൾ മൂടവ മലരേ SP ബാലസുബ്രഹ്മണ്യത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് കലാലോകം. ഭാവഗായകന് നഷ്ടമായെന്ന് രാഷ്ട്രപതി. കലാലോകം ശൂന്യമായെന്ന് പ്രധാനമന്ത്രി. കൂടപ്പിറപ്പിനെ നഷ്ടമായെന്ന് കമൽഹാസൻ. ഓർമ്മകളും ശബ്ദവും എക്കാലവും നിലനിൽക്കുമെന്ന് രജനീകാന്ത്. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് ചെന്നൈ താമരൈപ്പാക്കത്ത്. ലൈഫ് മിഷൻ പദ്ധതി സംബന്ധിച്ച ആരോപണങ്ങളിൽ CBI കേസെടുത്തു. ഗൂഢാലോചനയും വിദേശ സംഭാവന നിയന്ത്രണ ചട്ടലംഘനവും ചൂണ്ടിക്കാട്ടി FIR. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും ജീവനക്കാരും പ്രതിപട്ടികയിൽ. കൊച്ചിയിലെ യൂണിടാക് ഓഫീസിൽ CBI റെയ്ഡ്. ലൈഫ് മിഷൻ ഇടപാടിൽ സ്വപ്ന സുരേഷിന് കമ്മീഷൻ ലഭിച്ച വിവരം അറിയില്ലെന്ന് M ശിവശങ്കർ. സ്വപ്നയുമായി വ്യക്തിബന്ധം മാത്രമെന്നും ചോദ്യം ചെയ്യലിൽ വിശദീകരണം. മൊഴി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് NIA. സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് NIA. ലോക്ഡൌൺ കാലയളവിൽ യാത്ര നിശ്ചയിച്ച് വിമാന ടിക്കറ്റ് എടുത്തിരുന്ന എല്ലാ യാത്രക്കാർക്കും മുഴുവൻ തുകയും മടക്കി നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. പ്രവാസി ലീഗൽ സെൽ സമർപ്പിച്ച ഹർജിയിൽ വാദം പൂർത്തിയായതിനെ തുടർന്നാണ് വിധി പറയാൻ മാറ്റിയത്. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഒക്ടോബർ 1 മാറ്റി. തീയതി നീട്ടിയത് സംസ്ഥാനത്തെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. സംസ്ഥാനത്തെ IT വകുപ്പിലെ കരാർ നിയമനങ്ങൾക്ക് 5 അംഗ സമിതി. സമിതിയുടെ അധ്യക്ഷൻ IT സെക്രട്ടറി. കരാർ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. സമിതിയുടെ തീരുമാനം അനുസരിച്ചാകും കരാർ പുതുക്കുക. സാലറി മാറ്റിവെക്കൽ നടപടി ഉടൻ വേണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിടേണ്ടതില്ലെന്നും CPIM സെക്രട്ടേറിയറ്റ്. ജീവനക്കാരുടെ സംഘടനകളുമായി വീണ്ടും ചർച്ച. ബാർക്കോഴ സമരത്തെ LDF നിരാകരിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. UDFന്റെ അഴിമതിക്കെതിരായ രാഷ്ട്രീയ സമരമാണ് നടത്തിയത്. KM മാണിയെ പ്രതിക്കൂട്ടിലേക്ക് തള്ളിവിട്ടത് ഉമ്മൻചാണ്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. KM മാണിയുടെ കുടുംബത്തോട് ഉമ്മൻചാണ്ടി മാപ്പ് പറയണമെന്നും A വിജയരാഘവൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായി നടക്കും. ഒക്ടോബർ 28-നും നവംബർ 3-നും 7-നും വോട്ടെടുപ്പ്. നവംബർ 10-ന് വോട്ടെണ്ണൽ. പൂർണ്ണമായും കോവിഡ് ചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മന്ത്രി KT ജലീൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ മുഖ്യമന്ത്രി 1-ാം പ്രതിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ അഴിമതി നടന്നുവെന്നത് പകൽ പോലെ വ്യക്തമാണ്. CBI സ്വയം കേസ് എടുക്കുന്നത് അപൂർവമാണെന്നും രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. IS കേസിൽ കൊച്ചിയിലെ NIA കോടതിയുടെ സുപ്രധാന വിധി. ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്ത കേസിൽ മലയാളി കുറ്റക്കാരൻ സുബ്ഹാനി ഹാജാമുദ്ദീന്റെ ശിക്ഷാ പ്രഖ്യാപനം തിങ്കളാഴ്ച. കോടതി ഉത്തരവ് വിദേശത്ത് യുദ്ധം ചെയ്തെന്ന കുറ്റം ചുമത്തി NIA രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ്.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ 4 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ CBIക്ക് നിർദ്ദേശം. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾക്കും നിലപാടറിയിക്കാം. കോടതി തീരുമാനം സ്വാഗതം ചെയ്ത് കുടുംബാംഗങ്ങൾ. കർണാടകയിലെ ഹൂബ്ലിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. ഡൽഹി മെഹ്റോളിയിലെ രവി നായർ, ഭാര്യ പുഷ്പ നായർ, രവി നായരുടെ അമ്മ, സഹോദരൻ എന്നിവരാണ് മരിച്ചത്. അപകടം ഡൽഹിയിലെ താമസം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ. ഇടുക്കി MLA റോഷി അഗസ്റ്റിന് കോവിഡ്. MLAയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ മാസം 18-ന് ശേഷം താനുമായി സമ്പർക്കത്തിൽ വന്നവർ ജാഗ്രത പുലർത്തണമെന്ന് MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകന് നേരെ ആക്രമണം. കോവിഡ് പരിശോധനയ്ക്കെത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ ചിത്രം പകർത്തിയ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫറെ പെട്രോൾ പമ്പ് ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഫോട്ടോഗ്രാഫർ ആൽബിൻ മാത്യുവിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജുകളിലെ ലിഫ്റ്റുകളിൽ 24 മണിക്കൂറും ഓപ്പറേറ്റർ വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ലിഫ്റ്റുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. എറണാകുളം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുരുങ്ങിയ നഴ്സിംഗ് അസിസ്റ്റന്റ് ബോധരഹിതയായ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വിമർശനം. കോൺഗ്രസ് MLA നൽകിയ പരാതിയിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് CBI കേസെടുത്തതെന്നും CPIM പ്രസ്താവന. ഏഷ്യാനെറ്റ് MD K മാധവൻ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ പ്രസിഡന്റ്. സ്റ്റാർ ആൻഡ് ഡിസ്നി ഇന്ത്യ ഹെഡായ K മാധവൻ ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ്. K മാധവൻ IVF തലപ്പത്തെത്തുന്നത് NB സിംഗ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ. കാർഷിക ബില്ലിനെതിരെ തലയോട്ടിയേന്തി പ്രതിഷേധവുമായി തമിഴ്നാട് കർഷകർ. തിരുച്ചിറപ്പള്ളിയിലെ കളക്ടറുടെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. കൊൽക്കത്തയിൽ IPL മത്സര വാതുവയ്പുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിൽ. 1 ലക്ഷം രൂപയും കാറും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. പരിശോധന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. അസമിലെത്തുന്നവർ PCR പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് ആരോഗ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ. പരിശോധനാ ഫലം 24 മണിക്കൂറിനകം ലഭ്യമാക്കും. ക്വാറന്റീൻ കാലാവധി 10 ദിവസത്തിൽ നിന്ന് 24 മണിക്കൂറാക്കി കുറയ്ക്കും. ഹൈദരാബാദിൽ ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച ബസ് സർവീസുകൾ പുനരാരംഭിച്ചു. 25 റൂട്ടുകളിലാണ് സർവീസുകൾ തുടങ്ങിയത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സർവീസുകളെന്ന് അധികൃതർ. മഹാരാഷ്ട്രയിലെ ഭിവണ്ടി കെട്ടിടപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് മുംബൈ ഹൈക്കോടതി. സംഭവത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനെയും മുനിസിപ്പൽ കോർപ്പറേഷനെയും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി. അപകടത്തിൽ ഇതുവരെ മരിച്ചത് 41 പേർ. ബീഹാറിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക കോവിഡ് കിറ്റ് നൽകി. കോവിഡ് ബാധിതർക്ക് വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേക സൗകര്യമൊരുക്കും. ഇവർക്കായി അധിക സമയം അനുവദിക്കാനും തീരുമാനം. കോവിഡ് പ്രതിസന്ധിക്കിടയിലും തെരഞ്ഞെടുപ്പ് നടപടികൾ കാര്യക്ഷമമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി ദീപിക പദുക്കോണിന്റെ മാനേജർ കരിഷ്മ പ്രകാശിനെയും നടി രാഹുൽ പ്രീത് സിംഗിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കരിഷ്മ പ്രകാശിനെ 7 മണിക്കൂറും രാഹുൽ പ്രീത് സിംഗിനെ 4 മണിക്കൂറും ചോദ്യം ചെയ്തു. കർണാടകയിൽ 8655 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ മരിച്ചത് 86 പേർ. സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 5,57,000 പേർക്ക്. ബീഹാർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളി. കോവിഡ് പശ്ചാത്തലവും പ്രളയ സാഹചര്യവും കണക്കിലെടുത്ത് മാറ്റണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ സമാനമായ 2 ഹർജികൾ കോടതി തള്ളിയിരുന്നു. യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിന്റെ ലണ്ടനിലെ 127 കോടി രൂപയുടെ ഫ്ളാറ്റ് എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത റാണ കപൂറിന്റെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതിയ കർഷക നിയമങ്ങൾ കർഷകരെ അടിമത്തത്തിലേക്ക് നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി. അപര്യാപ്തമായ GST രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യാവസായിക സംരംഭങ്ങളെ തകർത്തു. കർഷക നിയമങ്ങൾ കർഷകരെ അടിമകളാക്കുമെന്നും രാഹുൽ ഗാന്ധി. ഹൈദരാബാദിൽ ഭാര്യയുടെ വീട്ടുകാർ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ദുരഭിമാന കൊലയെന്ന് സൂചന. കൊല്ലപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശി ഹേമന്ത്.
ലഡാക്കിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ആദ്യ റാപ്പിഡ് ട്രെയിൻ സിസ്റ്റത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം. മണിക്കൂറിൽ 180 കിലോമീറ്ററാണ് ട്രെയിനിന്റെ വേഗത. 2022ഓടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രാലയം. ഒഡീഷി സംഗീതത്തിന് ക്ലാസിക്കൽ പദവി നൽകണമെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ഇക്കാര്യം ഉന്നയിച്ച് ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലിന് കത്തയച്ചു. ഒഡീഷ സംഗീത പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് ക്ലാസിക്കൽ പദവിയെന്നും നവീൻ പട്നായിക്. കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് അനുകൂല കർഷകർ. തുടർ നടപടികളെക്കുറിച്ച് ചിന്തിക്കാതെ മോദി സർക്കാർ പാസാക്കിയ ഡാക്കോണിയൻ നിയമമാണിതെന്നും കുറ്റപ്പെടുത്തൽ. ജനങ്ങളുടെ ക്ഷേമമല്ല മോദി സർക്കാരിന്റെ പരിഗണനയെന്നും കർഷകർ. തമിഴ്നാട്ടിൽ 5679 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് മാത്രം 72 മരണം. 5626 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 5,69,370 മഹാരാഷ്ട്രയിൽ 281 പോലീസുകാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 4 പോലീസുകാർ മരിച്ചു. സംസ്ഥാനത്ത് പോലീസ് സേനയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 22,269 പേർക്ക്. SNDP യോഗം ന്യൂഡൽഹി ശാഖയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 40 ദിവസമായി നടത്തിവരുന്ന ശ്രീനാരായണ ഗുരുദേവ മണ്ഡലകാല മഹോത്സവം നാളെ സമാപിക്കും. സമാപന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയാക്കണ്ടി തുടങ്ങിയവർ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. മധുര ജില്ലയിലെ തിരുവരാൻകുന്തിരം ക്ഷേത്രത്തിന് സമീപമുള്ള ശരവണ തടാകത്തിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ഓക്സിജൻ ലഭ്യത കുറവ് മൂലമാകാമെന്ന് ക്ഷേത്രം അധികൃതർ. ആസിഡ് ആക്രമണത്തിനെതിരെ ഓർഡിനൻസ് പാസാക്കി നേപ്പാൾ. കുറ്റവാളികൾക്ക് 20 വർഷം തടവനുഭവിക്കേണ്ടി വരും. ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്നവർ മരിച്ചാൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കണം. കാറുകളിൽ ഉപയോഗിക്കാവുന്ന പുതിയ സുരക്ഷാ ക്യാമറയുമായി ആമസോൺ. യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടവർക്ക് സന്ദേശം കുടുംബാംഗങ്ങളെ അറിയിക്കാൻ കഴിയും വിധമാണ് ക്യാമറകളുടെ രൂപകൽപ്പന. ക്യാമറ വികസിപ്പിച്ചത് ആമസോണിന്റെ ഹോം സെക്യൂരിറ്റി യൂണിറ്റ്. ദക്ഷിണ കൊറിയൻ സർക്കാർ ഉദ്യോഗസ്ഥനെ വധിച്ച സംഭവത്തിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മാപ്പ് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത അപമാനകരമായ സംഭവമായിരുന്നു ഇതെന്ന് കിം ജോങ് ഉൻ ഖേദം പ്രകടിപ്പിച്ച് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ-ഇന്നിന് കത്തയച്ചു. വടക്കൻ അയർലൻഡിലെ അതിർത്തികളിൽ യാത്രാ നിയന്ത്രണം തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ മെഡിക്കൽ സംഘങ്ങൾ നടത്തിയ ചർച്ചയിൽ ഒക്ടോബർ 16 വരെ നിയന്ത്രണങ്ങൾ തുടരും. ഇറ്റലിയിലെ കത്തീഡ്രലിൽ നിന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് മോഷണം പോയി. മാർപ്പാപ്പയുടെ രക്തത്തുള്ളികൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ് മോഷണം പോയത്. പെട്ടി നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിലും ക്രിസ്റ്റലിലും. മാലിയിലെ ഇടക്കാല പ്രസിഡന്റായി മുൻ പ്രതിരോധ മന്ത്രി ബാഗ്നദോ ചുമതലയേറ്റു. പട്ടാള അട്ടിമറി നടന്ന് 1 മാസത്തിന് ശേഷമാണ് സത്യപ്രതിജ്ഞ. ഫ്രാൻസിലെ കാർട്ടൂൺ മാസിക ചാർലി ഹെബ്ദോ ഓഫീസിന് മുന്നിലുണ്ടായ കത്തിയാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സംഭവം സ്ഥിരീകരിച്ച് ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക്സ്. അന്വേഷണ ചുമതല ഏറ്റെടുത്ത് ദേശീയ ഭീകരവിരുദ്ധ സേന. മാസ്ക് ധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ മുഖത്ത് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രം വരച്ച് കലാകാരി. പലസ്തീനിൽ നിന്നുള്ള കലാകാരിയാണ് കുട്ടികൾക്കായി ചിത്രങ്ങൾ വരയ്ക്കുന്നത്. യമനിൽ നിന്ന് ടൈസിലേക്കുള്ള റോഡ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യ ശൃംഖല തീർത്ത പ്രതിഷേധം. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് 5 ലക്ഷത്തോളം പേർ ആശ്രയിക്കുന്ന റോഡ്. ടൈസിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു റോഡാണ് ഇത്. സൗദി അറേബ്യയിൽ മൂല്യവർദ്ധിത നികുതി കുറയ്ക്കുന്നത് പരിഗണിക്കുക സാമ്പത്തിക അവലോകനത്തിന് ശേഷമെന്ന് വാണിജ്യമന്ത്രി. വാറ്റിൽ മാറ്റം വരുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ. സൗദി അറേബ്യയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 472 കോവിഡ് കേസുകളും 26 മരണവും. 843 പേർക്ക് രോഗമുക്തി. ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 3,32,329. ആകെ മരണസംഖ്യ 4,625. തെക്കൻ ചൈനയിലെ ഹുവായ് ഗവേഷണ വിഭാഗം ഓഫീസിൽ തീപിടുത്തം. ആളപായമില്ല. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഒക്ടോബർ 1 മുതൽ മസ്കറ്റിൽ നിന്ന് സലാലയിലേക്ക് 2 പ്രതിദിന സർവീസുകൾ നടത്തുമെന്ന് ഒമാൻ എയർ. സർവീസുകൾ രാവിലെ 8:45 വൈകിട്ട് 3.
കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റെസ്റ്റോറന്റുകളും പ്രാർത്ഥനാ മുറിയും തുറന്നു. വ്യോമയാന വകുപ്പിന്റെ നടപടി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ. UAE-യിലെ എല്ലാ എമിറേറ്റ്സുകളിലും ടൂറിസ്റ്റ് വീസ നൽകി തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ വിസ ഓൺലൈൻ അറൈവൽ സേവനങ്ങൾ നിർത്തിവെച്ചത് മാർച്ച് മാസത്തിൽ. തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ നവീകരിക്കാൻ ഖത്തർ. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഭരണ നിർവഹണ വികസന തൊഴിൽ സാമൂഹ്യ മന്ത്രാലയം. രണ്ടാമത് ദേശീയ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് തൊഴിൽ മന്ത്രാലയത്തിന്റെ 27 പദ്ധതികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് വർദ്ധിച്ചത് 200 രൂപ. ഒരു പവൻ ഇന്നത്തെ വില 36,920 രൂപയും ഗ്രാമിന് 4,615 രൂപയും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഒരു ദിവസം 1000 പേരെ അനുവദിക്കാൻ തീരുമാനം. ഉദ്യോഗസ്ഥർ, മാധ്യമങ്ങൾ, കളിക്കാർ എന്നിവർക്ക് പുറമെയാണിത്. റഫറിമാർ ഉൾപ്പെടെ മാസ്ക് ധരിച്ച് കളത്തിലെത്തും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 44 റൺസിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 3 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ചെന്നൈയുടെ ഇന്നിംഗ്സ് 131 റൺസിൽ അവസാനിച്ചു. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് സഹപരിശീലകൻ തങ്ബോയ് സിംഗ്ടോ ഇനി ഹൈദരാബാദിനൊപ്പം. ഈസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഓഫർ നിരസിച്ചാണ് സിംഗ്ടോ ഹൈദരാബാദ് FC-യിൽ എത്തിയത്. ഖത്തറിൽ നടക്കുന്ന ഏഷ്യ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് സൗദിയുടെ അൽ ഹിലാൽ ഫുട്ബോൾ ക്ലബ് പിന്മാറുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്മാറ്റമെന്ന് സൂചന. ലീഗ് കപ്പ് 3-ാം റൗണ്ടിൽ ലിങ്കൺ സിറ്റിക്കെതിരെ ലിവർപൂളിന് വമ്പൻ ജയം. 9 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ലിങ്കൺ സിറ്റിയെ മറികടന്നത് 7-2. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 814 പേർക്ക്. 794 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 14 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം തിരുവല്ലത്ത് 40 ദിവസം പ്രായമായ കുഞ്ഞിനെ അച്ഛൻ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി. പ്രതി ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. ദാരുണ സംഭവം. കുട്ടിയുടെ നൂലുകെട്ട് ദിവസം. തിരുവനന്തപുരത്ത് KSRTC തീരദേശ ഡിപ്പോകളിൽ സർവീസുകൾ പുനരാരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചത് വിഴിഞ്ഞം, പൂവാർ ഡിപ്പോകളിൽ നിന്ന്. കൊല്ലം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 569 പേർക്ക്. 552 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 6 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. കൊല്ലം കുമ്മിൾ കൊണ്ടോടിയിൽ 15 വയസ്സുകാരി കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് വാർതൊടി വീട്ടിൽ കൃഷ്ണേന്ദു. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് സൂചന. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 551 പേർക്ക്. 513 പേർക്ക് സമ്പർക്ക രോഗബാധ. 3 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ആലപ്പുഴയിൽ പ്രതിഷേധ ധർണയുമായി ഹൗസ് ബോട്ട് ഉടമകൾ. ഹൗസ് ബോട്ട് മേഖല ഉടൻ തുറക്കണമെന്നാവശ്യം. പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 191 പേർക്ക്. 149 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 21 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിന്റെ 2 ഷട്ടറുകൾ നാളെ ഉയർത്തും. രാവിലെ 10-ന് 25 സെന്റിമീറ്റർ വീതം ഉയർത്തി ജലം ഒഴുക്കിവിടുമെന്ന് മുന്നറിയിപ്പ്. കോട്ടയം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 322 പേർക്ക്. 318 പേർക്ക് സമ്പർക്ക രോഗബാധ. ഇന്ന് 193 പേർക്ക് രോഗമുക്തി. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം അടച്ചു. നടപടി വാദ്യ കലാകാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമ്പർക്ക പട്ടികയിലുള്ള ജീവനക്കാർ നിരീക്ഷണത്തിൽ. ഇടുക്കി ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 114 പേർക്ക്. 97 പേർക്ക് സമ്പർക്കത്തിലുള്ള രോഗം. 12 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് 2 ദിവസത്തേക്ക് അടച്ചു. നടപടി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. രോഗം സ്ഥിരീകരിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായി അടുപ്പമുണ്ടായിരുന്നയാൾക്ക്. മോഷണക്കേസുകളിലെ പ്രതി എറണാകുളത്ത് പിടിയിൽ. പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത് രായമംഗലം സ്വദേശി അനിൽ മത്തായി. വിയൂർ സെൻട്രൽ ജയിലിൽ 6 മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയതാണ്. എറണാകുളത്ത് പ്രോസിക്യൂഷൻ പദ്ധതിക്ക് മുന്നോടിയായുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 607 പേർക്ക്. 597 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 11 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തൃശൂർ പീച്ചി ഡാമിലെ വാൽവ് ചോർച്ച പരിഹരിച്ചു. എമർജൻസി ഷട്ടർ അടച്ചത് 5 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ. ചോർച്ച പരിഹരിച്ചത് നേവിയുടെ നേതൃത്വത്തിൽ. പാലക്കാട് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 419 പേർക്ക്. 221 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 177 പേരുടെ രോഗ ഉറവിടം അവ്യക്തം.
പാലക്കാട് വിളയൂർ വില്ലേജ് ഓഫീസ് അടച്ചു. നടപടി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസിൽ വന്നവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം. മലപ്പുറം വെന്നൂർ GM-UP സ്കൂളിൽ 65 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ഡിവൈഎഫ്ഐ വെന്നൂർ യൂണിറ്റ് കമ്മിറ്റി ഉദ്ഘാടനം നടത്തി. മാസങ്ങൾ പിന്നിടുമ്പോൾ വെള്ളം ചോർന്നൊലിച്ച് ഭിത്തിക്കും മേൽക്കൂരയ്ക്കും നാശനഷ്ടം. മലപ്പുറം പൊന്നാനിയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉടൻ പ്രവർത്തിപ്പിക്കണമെന്ന UDF, ആന്റിജൻ ടെസ്റ്റ് വർദ്ധിപ്പിക്കണമെന്നും നഗരസഭ ആംബുലൻസ് സർവീസ് ആരംഭിക്കണമെന്നും ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 690 പേർക്ക്, 664 പേർക്ക് സമ്പർക്ക രോഗബാധ, 39 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 3 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. മികച്ച NSS വോളണ്ടിയർമാർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് അർഹയായ വിദ്യാർത്ഥിനി രേഷ്മയ്ക്ക് ആദരം. വീട്ടിലെത്തി അനുമോദിച്ച് NSS ദേശീയ ഹാർട്ടിക് അവാർഡ് ജേതാവും സാഗി സംസ്ഥാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ DFOയെ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിൽ. DFO MM രാജീവിനെ ഒരു കൂട്ടം UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത് ഇന്നലെ. വയനാട് പുൽപ്പള്ളയിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക ബില്ലിനെതിരെ സത്യാഗ്രഹ സമരം. പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ കർഷക സത്യാഗ്രഹം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KP ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വയനാട് കൽപ്പറ്റ നഗരസഭയെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. നടപടി നഗരത്തിൽ 82 കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 419 പേർക്ക്, 347 പേർക്കും സമ്പർക്ക രോഗബാധ. ജില്ലയിൽ 20 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂർ എടൂരിൽ മധ്യവയസ്ക കിണറ്റിൽ വീണ് മരിച്ചു. എടൂരിലെ മുറിഞ്ഞക്കല്ലിൽ ഏലിക്കുട്ടിയാണ് മരിച്ചത്. വെള്ളം കോരുമ്പോൾ കിണറ്റിൽ വീണതാകാമെന്ന് സംശയം. കണ്ണൂർ കണിച്ചാറിൽ എലിപ്പനി ബാധിച്ച് ആദിവാസി യുവാവ് മരിച്ചു. വളയംചാൽ കോളനിയിലെ രാജീവനാണ് മരിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 268 പേർക്ക്, 257 പേർക്ക് സമ്പർക്കത്തിലുള്ള രോഗം. ഇന്ന് 107 പേർക്ക് ജില്ലയിൽ രോഗമുക്തി. കാസർഗോഡ് ജില്ലയിലെ റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. അടുത്ത മാസം 1 മുതൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും 3 മുതൽ വൈകിട്ട് 7 വരെയുമാണ് പുതിയ സമയക്രമമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ. ഇനി ഫാക്ട് ചെക്ക്. കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേരെ തോക്കു ചൂണ്ടി പോലീസ് എന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ ചിത്രത്തിന്റെ സത്യാവസ്ഥയുമായി നവമി ദിനേശ്. പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കിയ കാർഷിക ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടന്നുവരികയാണ്. ഇതിനോട് ചേർത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സമര ചിത്രമുണ്ട്. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. കർഷക സമരത്തിനിടെ പകർത്തിയ ചിത്രം. പ്രായമേറിയ ഒരാൾ ഒരു കൈയിൽ വടിയും മറുകൈയിൽ ഒരു കല്ലുമായി തോക്കു ചൂണ്ടിയ പോലീസിന് മുന്നിൽ നിൽക്കുന്നു. ഈ ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. കിസാൻ വിരോധി നരേന്ദ്രമോദി എന്നതാണ് പ്രചാരകർ നൽകുന്ന ഹാഷ്ടാഗ്. കേന്ദ്ര സർക്കാർ കാർഷിക ബില്ല് പാസാക്കിയതിന് പിന്നാലെയാണ് ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ അർച്ചന ദാൽമി, സത്യർ ചൌധരി തുടങ്ങിയവരുടെ അക്കൗണ്ടുകളിലും മുംബൈ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിലുമെല്ലാം ഈ ചിത്രം കാണാം. എന്നാൽ പ്രചരിക്കുന്ന ഈ ചിത്രം തികച്ചും വ്യാജമാണ്. 2013 മഹാപഞ്ചായത്തിനെതിരെ മുസാഫർ നഗറിൽ നടന്ന പ്രതിഷേധത്തിനിടെയുള്ള ചിത്രമാണിത്. അന്ന് ആ പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് നടപടിയെല്ലാം ദേശീയതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. പോലീസ് നടപടിയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7 വർഷം മുൻപുള്ള ഈ ചിത്രം സമയവും സാഹചര്യവും പരിശോധിക്കാതെ പ്രചരിപ്പിച്ചവരെല്ലാം പ്രമുഖരാണ് എന്നതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഒരു നിമിഷം ഈ ചിത്രത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം അന്വേഷിക്കാൻ നീക്കിവെച്ചിരുന്നുവെങ്കിൽ ഈ അബദ്ധം ഒഴിവാക്കാമായിരുന്നു. ഇനി നാളത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക്. നാളത്തെ വാർത്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN ജനറൽ അസംബ്ലിയുടെ 75ാം സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും. വെർച്വൽ യോഗത്തിലൂടെയാകും അഭിസംബോധന ഉണ്ടാവുക. CPIM സംസ്ഥാന കമ്മിറ്റി നാളെ ചേരും. സർക്കാരിനെതിരായ ആരോപണങ്ങൾ ചർച്ചയാകും. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI കേസെടുത്ത നടപടിയും ചർച്ചയായിരിക്കും. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ ദീപിക പദുക്കോണടക്കം 3 ബോളിവുഡ് താരങ്ങളെ നാളെ ചോദ്യം ചെയ്യും. മുംബൈയിലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ലഹരിമരുന്ന് ഇടപാടിൽ താരങ്ങളുടെ പേര് ഉയർന്നു വന്നതോടെയാണ് അന്വേഷണ സംഘം വിളിച്ചു വരുത്തുന്നത്.
വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ നുണപരിശോധന നാളെയും തുടരും. വിഷ്ണു സോമസുന്ദരം, കലാഭവൻ സോബി എന്നിവരുടെ പരിശോധനയാണ് നാളെ നടക്കുക. ബാലഭാസ്കറിന്റെ മാനേജറായിരുന്ന പ്രകാശൻ തമ്പിയുടെയും ഡ്രൈവറായിരുന്ന അർജുന്റെയും പരിശോധനകളാണ് ഇന്ന് നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ ബില്ലിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം നാളെയും തുടരും. കർഷക ബില്ലിന് എതിരായ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. രാവിലെ 10:30 കവടിയാർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകും.